വെൽക്കം ടു റെഡ് കാർപ്പറ്റ് ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരെയാണ് കേട്ടോ കൂടെയുള്ളത്? എടക്കാട് ബറ്റാലിയൻ 06 എന്ന മൂവിയിലെ നീ ഹിമമഴയായി വരൂ എന്ന ഗാനത്തിലൂടെ വന്ന് ലിസണേഴ്സിന്റെ ഹൃദയം കീഴടക്കിയ ഗായിക, മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ്. ഇതുവരെ പാടിയ ഗാനങ്ങളെല്ലാം തന്നെ പകരം വയ്ക്കാനാകാത്തതായി ഇതേ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വാതിക്കല് വെള്ളരിപ്രാവ്, അലരേ നീയന്നിലെ, പാതി പാതി, അങ്ങനെ നീളുന്നു ലിസ്റ്റ്. യെസ്, മാജിക്കൽ വോയിസിലൂടെ നമ്മുടെ ഹൃദയം കീഴടക്കിയ നിത്യമാമനാണ് നമ്മോടൊപ്പം. ലെറ്റ്സ് വെൽക്കം നിത്യമാമൻ. താങ്ക് യു. ഹായ് എവ്രിവൺ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? നല്ല വിശേഷം. നല്ല മഴയല്ലേ, അപ്പം മഴ എങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. അതെ. അപ്പൊ ശരിക്കും നമ്മുടെ ഈ ഒരു ജേണിയെ കുറിച്ച് എനിക്ക് അറിയാനുണ്ട് കേട്ടോ. ഈ ഖത്തറിലെ ദോഹയിലാണ് ജനിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ പക്ഷേ നമ്മുടെ ഇപ്പൊ ശരിക്കും കേരളത്തിന്റെ ഒരു പ്രിയ പുത്രിയായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു, പ്രിയപ്പെട്ട ഒരു ഗായിക. അപ്പൊ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു? ഞാൻ ജനിച്ചു വളർന്ന ഖത്തറിലാണ്, പക്ഷെ സ്കൂളിംഗ് വരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നാട്ടിൽ തന്നെയായിരുന്നു. ആൻഡ് കൊച്ചിലെ തൊട്ട് വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ പ്ലേബാക്ക് സിംഗർ ആവാൻ, ഇങ്ങനെ ടിവിയിലൊക്കെ പാടാനും അങ്ങനെ. അപ്പം സിനിമ പൊതുവെ ഒരുപാട് ഇഷ്ടമാണ്. പണ്ട് തൊട്ട് സിനിമകള് ആ സമയത്ത് അധികം കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും അതുകൊണ്ട് തന്നെ പ്ലേബാക്കും ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച് വന്നതാണ്. ഒരുപാട് ആഗ്രഹത്തിന് ശേഷം ആ ഒരു അച്ചീവ്മെന്റിൽ എത്തിയിട്ടുണ്ടല്ലേ? അല്ല, ഇപ്പോഴും അച്ചീവ്മെന്റ്സ് ഇനിയും തേടി നടക്കാണ്. ഓക്കെ. നിത്യമാമൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില സോങ്സ് ഉണ്ട്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ തന്നെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഗാനങ്ങൾ. ഒറിജിനൽ സിംഗർ തന്നെ ലൈവായിട്ട് ആ സോങ് പാടുന്നത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ? നിത്യമാമൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ചധികം സോങ്സ് ഉണ്ട്. നീ ഹിമമഴയായി, വാതിക്കല് വെള്ളരിപ്രാവ്, അതുപോലെ തന്നെ അലരേ നീയന്നിലെ, അങ്ങനെ. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടി ഒരു സോങ്. തീർച്ചയായിട്ടും. ആരൊക്കെ കേൾക്കണ്ടേ? എനിക്ക് അലരേ കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. എന്റെ ഫേവറേറ്റ് ആണ്, പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ചേരുന്നു ഞാനും തനിയെ, പൂത്തേനുറങ്ങുന്ന പൂവിനുള്ളിലിക പൂക്കുന്ന മോഹം തനിയെ, നിന്നു കരുമ്പോൾ അകമിയുമ്പോൾ ഒരായിരമാനന്ദം വിരിയുമിനിയോളം നിന്നിൽ ചേരുമീ നേരം ജന്മം ധന്യമായി. അലരേ നീയന്നിലെ ഒലിയായി മാറിയിടുമോ പെരിയാതിൽ നിന്നും ജീവനേ, ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീകുമോ ഹൃദയം ഇറങ്ങും ഹൃദയം ഇറങ്ങും. താങ്ക് യു സോ മച്ച്. ശരിക്കും നമ്മളിങ്ങനെ അലിയിച്ചില്ലാതാക്കുന്നൊക്കെ പറയാറില്ലേ, മെൽറ്റിംഗ് വോയിസ് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഒറിജിനൽ സിംഗേഴ്സിന്റെ വോയിസിൽ തന്നെ കേൾക്കുന്നത്, ഡയറക്റ്റായിട്ട് കേൾക്കുമ്പോൾ ശരിക്കും ഒരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലേ. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൈലാസ് മേനോൻ സാർ ആണല്ലേ? എടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തില്. ആ പാട്ടാണ് ഫസ്റ്റ് പ്ലേബാക്ക്. ആൻഡ് ഈ പാട്ടിലൂടെ എത്തുന്നത് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാടാൻ ഇങ്ങനെ ഒരുപാട് ആഗ്രഹമായിട്ട് ഇങ്ങനെ കവേഴ്സ് പാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം കുറച്ച് യൂട്യൂബിലും അവിടെയൊക്കെ വലിയ റീച്ച് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ കുഞ്ഞു വീഡിയോസ് ഒക്കെ നമ്മൾ പാടിയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് കോർപ്പറേറ്റ് ഷോസ് ഒക്കെ കിട്ടായിരുന്നു ഇടയായി. അപ്പൊ അങ്ങനെ ഒരു കോർപ്പറേറ്റ് ഷോയില് ഇങ്ങനെ പെർഫോം ചെയ്തപ്പോ കൈലാസ് മേനോൻ സാറിന്റെ അമ്മ ഒരു വീഡിയോ കാണാനിടയായി, പെർഫോം ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ കണ്ടു. അതുപോലെ തന്നെ കൈലാസ് മേനോൻ സാറിന് ഇങ്ങനെ വോയിസ് ഡെമോ അയച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ കിട്ടിയൊരു ചാൻസാണ്, ഒരു ട്രാക്ക് പാടാൻ കിട്ടിയതാണ് നീ ഹിമമഴ. ശരിക്കും ശ്രേയാ ഘോഷാലിനെ ആയിരുന്നു ആ ഒരു സമയത്ത് പരിഗണിച്ചിരുന്നത്. ബട്ട് ഈ ഒരു വോയിസ് കേട്ടപ്പോ ഈ ഒരു സിംഗർ തന്നെ മതി എന്ന് തീരുമാനിച്ചതായി കേട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എങ്ങനെ ദേ വർ ഓൾ വെരി കൈൻഡ്. അതായത് ഇതിന്റെ പ്രൊഡ്യൂസർ സാറ്റർ തോമസിന്റെ ഫുൾ ഫാമിലി ഇൻവോൾവ് ആയിരുന്നു ഈ ഒരു പ്രോജക്റ്റിൽ. അപ്പം ആൻഡ് ടോവിനോവും
എല്ലാവരും പിന്നെ അഫ്കോഴ്സ് കൈലാസ് മേനോൻ സാറിന്റെ ആ ഒരു സപ്പോർട്ടും കൂടെയാണ് ആ ഒരു ട്രാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും. കാരണം ആ ഒരു സമയത്ത് ശരിക്കും വാട്സപ്പും ഇൻസ്റ്റയും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയസ് കംപ്ലീറ്റ് ഭരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പാട്ട് തന്നെ എന്ന് പറയാം. പല പല വിഷ്വൽസിലൂടെ ഇങ്ങനെ അത്രയും ഫേമസ് ആയിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയസ് നമ്മുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ശരിക്കും നിത്യ ചേച്ചി പാടുന്ന പാട്ടുകളൊക്കെ തന്നെയും ജനങ്ങളെ ഏറ്റെടുത്ത് പാടുവാണ്. ഓരോ സോങ്സും കവർ സോങ് ആയിട്ടും റീലായിട്ടും ഒക്കെ ഷെയർ ചെയ്ത് കാണുന്ന സമയത്ത് എന്താണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്? അതന്നെയാണ് ഏറ്റവും വലിയ അവാർഡ്. കാരണം ഇന്നും ഞാൻ ഇൻസ്റ്റ തുറക്കുമ്പോ നമ്മുടെ ടാഗ് ചെയ്ത് നോക്കുമ്പോ ഡെഫിനറ്റ്ലി ഒരുപാട് പേര് ഹിമമഴയാണെങ്കിലും അലരയാണെങ്കിലും വാതുക്കളാണെങ്കിലും അപ്പം ആ പാട്ട് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് അപ്പൊ അത്രയും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ പാടുന്നത്. അപ്പം ഒരു കവർ സോങ് പാടുമ്പോൾ നമുക്ക് ആ സോങ് അത്രത്തോളം പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് പാടുക. അപ്പം അവർ അത്ര ഇഷ്ടത്തോടെ ഈ ഒരു പാട്ട് പാടുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഓക്കെ, മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അത് നമുക്ക് സൂഫിയും സുജാതയും എന്ന മൂവിയിലെ വാതിക്കൽ വെള്ളരിപ്രാവ്, അതിനെ കുറിച്ച് പറയാമോ? ഓൾ ക്രെഡിറ്റ്സ് ടു എം ജയചന്ദ്രൻ സർ. അദ്ദേഹത്തിന്റെ മ്യൂസിക്കിന് എല്ലാ മലയാളികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് അതുപോലെ ഒരു ലെജൻഡറി കമ്പോസറിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ആൻഡ് അത് ഇതൊരു ഭയങ്കര ഡ്രീം വർക്കാണ്. അതായത് സാറിനെ എന്നെ നേരത്തെ അറിയണ്ടായിരുന്നില്ല. ഞാനും സാറിനെ നേരിട്ട് കാണുന്നത് റെക്കോർഡിങ്ങിന് ആ സമയത്താണ്. അപ്പൊ ഒരു ഭയങ്കര ഡ്രീം കം ട്രൂ ആയിരുന്നു പാട്ട്. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ മാം എങ്ങനെയാ നമുക്കിപ്പോ ഡയറക്റ്റ് ലൊക്കേഷൻസിലൊക്കെ പോവാറുണ്ടോ? ഇല്ല, അങ്ങനെ പോയിട്ടില്ല. ഓക്കെ, മികച്ച ഗായികയ്ക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവാർഡ് ലഭിച്ചു കഴിയുന്ന സമയത്ത് ശരിക്കും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൂടാറില്ലേ? കൂടുതൽ ആൾക്കാർക്ക് നമ്മുടെ എന്താ നോക്കിയിരിക്കല്ലേ. നമ്മളിപ്പോ ടി വി ഷോസിൽ പാടാണെങ്കിലും അതില് നമ്മൾ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അതെ, തീർച്ചയായിട്ടും. അതിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ പാടി പ്രസന്റ് ചെയ്യണം എന്ന് ആ ഒരു കാര്യം ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെ ചേഞ്ചസ് ആണ് ശരിക്കും ഈ സ്റ്റേറ്റ് അവാർഡിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട്? പേഴ്സണൽ ലൈഫിൽ ഒരു ചേഞ്ചും ഇല്ല. പക്ഷെ അവാർഡിനൊക്കെ എല്ലാരും പറയുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ, അല്ലാണ്ട് എപ്പോഴും ആ ഒരു പാട്ട് പാടാൻ പറ്റിയത് തന്നെയാണ് വലിയൊരു ഡ്രീം. ഐ മീൻ ആ ഒരു അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ സോങ് ആൻഡ് എന്നെ കൺസിഡർ ചെയ്തല്ലോ, അതന്നെയാണ് വലിയ കാര്യം. ഓക്കെ, ശരിക്കും ആ ഒരു ഔട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, അതിൽ അത്രയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. അതെല്ലാം കംപ്ലീറ്റ്ലി മ്യൂസിക് ഡയറക്ടേഴ്സ് കോളാണ്. ഓക്കെ, അപ്പോ ഈ സിംഗർ ആകണമെന്ന് അല്ലെങ്കിൽ സിംഗിങ് പ്രൊഫഷൻ ആക്കണമെന്ന് തീരുമാനിച്ച ആ ഒരു മൊമെന്റ് ഏതായിരുന്നു? കുഞ്ഞിലെ മുതൽ പാടുമായിരുന്നല്ലേ? അപ്പോ ചർച്ച് കോറിൽ പാടുമായിരുന്നു. ഗ്രേറ്റ്. അപ്പോ കുഞ്ഞിലെ മുതൽ തന്നെ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ സ്റ്റേജ് ഷോസ് കൂടുതൽ പ്രൊഫഷണലി എപ്പോഴാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇങ്ങനെ വളരെ കുഞ്ഞു കാരണം ഖത്തറിലായതുകൊണ്ട് അവിടുത്തെ കുഞ്ഞു മലയാള സമാജവും അങ്ങനത്തെ ഒക്കെ ചെറിയ രീതിയില്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ശരിക്കും ആർക്കിടെക്ചർ ആണല്ലോ ശരിക്കുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത്. ആർക്കിടെക്ചറിൽ നിന്നും സിംഗറിലേക്ക് വന്ന ആ ഒരു ചേഞ്ച് എങ്ങനെയാണ്? അപ്പം പ്രൊഫഷനായിട്ട് നമ്മുടെ സിംഗിങ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കൊച്ചിലെ തൊട്ട് ആ ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ പക്ഷെ ഞാൻ കോളേജ് സമയത്താണ് കൂടുതൽ ഇത് തന്നെ ഇതിന് പോകണം. കാരണം അവിടുത്തെ ഇന്റർ കോളേജ് ഫെസ്റ്റിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. ആൻഡ് പിന്നെ അവിടെയാണ് കോളേജ് സമയത്ത് ബാംഗ്ലൂരിലായിരുന്നപ്പോഴാണ് കൂടുതൽ ഹിന്ദുസ്ഥാനിയും പഠിക്കാൻ തുടങ്ങിയത്. ആ ഒരു എക്സ്പോഷർ മ്യൂസിക്കൽ വൈസ് അവിടെ നന്നായി കിട്ടി. ചേച്ചി ഇപ്പോ ഡിഫറെന്റ് ജോണറിലെ സോങ്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ? തമിഴില് കുറച്ച് ഈ ആൽബം സോങ്സ്, മ്യൂസിക് വീഡിയോസ് അങ്ങനത്തെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ജോണേഴ്സ് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ വൺ ഓഫ് മൈ റീസെന്റ് റിലീസസ് മലയാളത്തില് പ്ലേ ബാക്ക് ചോദിക്കുകയാണെങ്കിൽ കിങ് ഓഫ് കൊത്ത ഉണ്ട്. അതിലൊരു റാപ്പ് സോങ് ആണ് പാടിയത്, അതുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് റിലീസ് പവി കാർട്ടേക്കറും കൂടെയാണ്. പവി കാർട്ടേക്കർ ഒരു ഓണം പാട്ടാണ്. നിതിൻ മുകുന്ദനാണ് ഇതിന് മ്യൂസിക് ഡയറക്ടർ. കൂടെ പാടിയത് വിജേഷ് ദാസ് ആണ്. അപ്പോൾ ആ ഒരു വിഷ്വൽസ് കാണുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഓണം ആഘോഷമാണ് അതില് കാണുന്നത്. അപ്പം അത്രയ്ക്ക് കളർഫുൾ ആണ് പാട്ട്. കളർഫുൾ ആണ്. ഈ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെയാണ് ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ടെൻഷൻ ആയിരുന്നോ അതോ കൂളായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ടെൻഷനെക്കാളും പേടിയാണ്. കാരണം നമ്മള് പറഞ്ഞ കുറെ കുറിച്ച് നമ്മൾ ഇതെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമ്മള് അവരുടെ എത്രയോ നമ്മളെല്ലാവർക്കും ഒരുപാട് നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് വർക്ക്സ് ഉണ്ട് പുള്ളിയുടെ എല്ലാവരുടെയും. അപ്പോൾ അപ്പൊ അദ്ദേഹത്തിന് നേരിട്ട് കാണുമ്പോൾ
അതൊക്കെ ഓർമ്മ വരുമല്ലോ. ഫോർ എക്സാമ്പിൾ ഔസേപ്പച്ചൻ സാറാണ് അനിയത്തി പ്രാവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള എത്രയോ പാട്ടിലുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരുമ്പോ നമ്മൾ ചിലപ്പോ ഒന്ന് ബ്ലാക്ക് ഔട്ട് ആവും. അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസസ് അങ്ങനെയുണ്ട്. പക്ഷെ ദർ ഓൾ വെരി സ്വീറ്റ് ആൻഡ് വളരെ പേഷ്യന്റ് ആണ്. നമ്മൾ പറഞ്ഞു തരുന്ന രീതിയാണെങ്കിലും വളരെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അവരുടെ അടുത്തൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് നല്ല നല്ല സോങ്സ് ഒക്കെ ഇതിനകം തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി ഒരുപാട് വരാനുണ്ട്. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് തോന്നിയിട്ടുണ്ടോ? എല്ലാം മെമ്മറബിൾ തന്നെയാണ്. പക്ഷെ ഡെഫിനറ്റ്ലി ഫസ്റ്റ് സോങ് എപ്പോഴും ഓർമ്മ നിൽക്കുമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം അതെപ്പോഴും ഓർമ്മ നിൽക്കും. അപ്പോ ഇനി വരുന്ന പ്രോജക്ട്സ് എന്തൊക്കെയാണ്? കുറച്ച് അവിടെ ഇവിടൊക്കെ ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ റിലീസ് ആവുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് കവി കെയർടേക്കർ അഭിരാമി എന്നൊരു ചിത്രമുണ്ട്, ഗായത്രി അഭിനയിച്ച്. അങ്ങനെ കുറച്ച് അവിടെ ഇവിടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും നമുക്കിനി അടുത്ത സൂപ്പർ ഹിറ്റ് സോങ്സ് തന്നെ എക്സ്പെക്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കണം. അപ്പോൾ മാമിന് ഇനി അടുത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള മീൻസ് അതിയായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആരാണ്? വിദ്യാജി. ഓക്കെ, ഒരുപാട് പേരുണ്ട്. ഓക്കെ, പിന്നെ കോമഡിൽ ഇങ്ങനെ കേട്ടിട്ട് മാം ഇപ്പോ പതിഞ്ഞാണല്ലോ ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ ശരിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെ ഈ ഒരു സ്മൂത്ത്നെസ്സിൽ ഇങ്ങനെ പോകുന്ന ആളാണല്ലേ? ഓക്കെ, അപ്പോ ഈ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പാടാനായിട്ട് ഇഷ്ടപ്പെടുന്ന പാട്ടുകളും ഈ മെലഡി ജോണറിലുള്ളവ തന്നെയാണോ? എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ജോണർ ഇതാണ്, റൊമാൻറ്റിക് ആണ് കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, പക്ഷെ എല്ലാ രീതിയിലും ജോണേഴ്സ് എനിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വെറൈറ്റീസ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരു സോങ് കൂടെ. എനിക്ക് അവാർഡ് വിന്നിംഗ് സോങ് തന്നെ ആയിക്കോട്ടെ, വാതിക്കല് വെള്ളരിപ്രാവ്. വാതിക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണി കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്നു നീയാം കൈടട് പ്രിയനേ നീയാം കൈടട്. വാതിക്കല് വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, എന്തായാലും ഇത്രയും സമയം നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയ അപ്കമിങ് വോക്കിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഉറപ്പായിട്ട് കേട്ടുമുട്ടാം. ആശ്രയ FM എൻ്റെ ടീമിന്റെ വക ഒരു അടിപൊളി നന്ദി പറയാൻ കേട്ടോ. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും പറയും. ബ്യൂട്ടിഫുൾ മെലോഡിയസ് സോങ്സിലൂടെയും റാപ്പ് സോങ്സിലൂടെയും ഒക്കെ നമ്മുടെ മനം കീഴടക്കിയ കേരള സ്റ്റേറ്റ് ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ അവാർഡ് വിന്നർ നിത്യ മാമനായിരുന്നു നമ്മോടൊപ്പം റെഡ് കാർപ്പറ്റിൽ. മറ്റൊരു ഗസ്റ്റിനോടൊപ്പം നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ദിസ് ഈസ് RJ Arya സൈനിങ് ഔട്ട് ഫ്രം റെഡ് കാർപ്പറ്റ്.